എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ അവർ കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബ്ബണ്ണ ആൾവ, എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ പുരസ്കാരമടക്കം സ്വന്തമാക്കിയ പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഡി സുബ്ബണ്ണ ആൾവയാണ് നമ്മളോടൊപ്പം ചേരുന്നത് പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ പങ്കുവയ്ക്കാൻ. നമസ്കാരം സുബ്ബണ്ണ ആൾവ. എങ്ങനെയാണ് ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വടക്ക് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പുത്തികൈ ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ് പുത്തികൈ ഗ്രാമപഞ്ചായത്ത്. കാർഷിക വികസനവുമായി ബന്ധപ്പെട്ട് 2022-23 വർഷത്തിൽ കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് കർഷകോത്തമ അവാർഡ് വാങ്ങിയ പഞ്ചായത്താണ് പുത്തികൈ. 2 ലക്ഷം രൂപയും പാരിതോഷികവും ശിവാനന്ദ പൂജാരിക്കാണ് നമുക്ക് ലഭിച്ചത്. ഇതിന്റെ ഭാഗമായി പുത്തികൈ ഗ്രാമപഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ സ്മാർട്ട് കൃഷിഭവന് പുത്തികൈ പഞ്ചായത്തിൽ ഏറ്റവും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണ് പുത്തികൈ. ഏകദേശം 6000 കർഷകർ, സമ്മിശ്ര കർഷകർ സർക്കാരിലെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരുപാട് സർക്കാരിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ നെൽകൃഷിയും പച്ചക്കറിയും ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഈ പഞ്ചായത്തിൽ സാധിച്ചു എന്നത് ഏറ്റവും അഭിമാനകരപൂർവ്വമായി ഈ സമയത്തിൽ പറയുകയാണ്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നിരവധിയായിട്ടുള്ള വീടുകൾ അവിടുത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മളെ ലിസ്റ്റിൽ ഏകദേശം 800 ചില്ലറ ആളുകൾ ഉണ്ടായിരുന്നു. ഇതിന് സ്ക്രീനിങ് ചെയ്ത ശേഷം ഏകദേശം 280 ആളുകൾ അർഹതയുള്ളവരാണ്. ഇതിൽ 52 SH വിഭാഗക്കാർക്ക് പൂർണ്ണമായി വീട് വെക്കാൻ എഗ്രിമെന്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 27 ജനറൽ വീടുകാർ എഗ്രിമെന്റ് ചെയ്തു, പല വീടുകൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 80-90 വീടുകൾ ലോൺ എടുത്തുകൊണ്ട് വീട് നൽകാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ കാലയളവിൽ ഏകദേശം ഒരു 160 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നാണുള്ള ഉത്തമ വിശ്വാസം നമുക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ റോഡ് മേഖല, പുത്തികൈ പഞ്ചായത്തിലെ അസറ്റുള്ള എല്ലാ റോഡുകൾ 100% നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനി അസറ്റിൽ ചേർത്തത് മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തൊഴിലുറപ്പ് മേഖലയിലും മറ്റു മേഖലയിൽ നിന്ന് മറ്റെല്ലാ മേഖലയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് റോഡുകൾ ഏകദേശം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന ഉത്തമ ബോധ്യമുണ്ട്. അതോടൊപ്പം ടൂറിസം മേഖല എന്ന് പറയുന്നത് നമ്മുടെ അനാടിപ്പാല അണക്കെട്ട് ഒരുപക്ഷെ മഴക്കാലത്ത് ഏറ്റവും ജലസംഭരണിയുള്ള ഏകദേശം 2 കോടി ലിറ്റർ വെള്ള സംഭരണിയുള്ള അനാടിപ്പാല അണക്കെട്ട് ഏറ്റവും നല്ല ജലസംഭരണിയാണ്. ഇതിന് HALന്റെ 50 ലക്ഷം രൂപ നമുക്ക് ധനസഹായം കിട്ടിയത് കൊണ്ട് അതിന് ചുറ്റുമതിലൊക്കെ നടത്തി കെട്ടി ഏറ്റവും ടൂറിസത്തിന് യോഗ്യമായ സ്ഥലമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സിരിയ ഡാമിന്റെ അടുത്ത് ഏറ്റവും നല്ല ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് നമ്മുടെ പുത്തികൈ പഞ്ചായത്തുള്ളത്. അതുപോലെ തന്നെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോവുകയും MCFന് 1 ഏക്കറുള്ള സ്ഥലത്ത് MCF സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ഭാഗികമായ ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് പണിത് പൂർണ്ണമായ MCF നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ പഞ്ചായത്തിലെ 2 LP സ്കൂളുകളാണ്, പുത്തികയും അതുപോലെ തന്നെ കണ്ണൂർ സ്കൂളും. ഈ 2 സ്കൂളിൽ ഏറ്റവും മെച്ചപ്പെട്ട ബിൽഡിങ്ങുകൾ കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബിൽഡിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും സ്കൂളിലേക്ക് മെച്ചപ്പെട്ട പ്രവർത്തന പഞ്ചായത്തിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യലുണ്ട്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ എടുത്തു പറയേണ്ടത് തന്നെ ഒരു പഞ്ചായത്തിൽ 2 FHCs ഉള്ള ഏക പഞ്ചായത്താണ് പുത്തികൈ ഗ്രാമപഞ്ചായത്ത്. ഈ 2 FHCസിലേക്ക് കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ നിന്ന്
ഫണ്ട് അനുവദിച്ച് അരിയപ്പാടി PHC ഇപ്പൊ തന്നെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. പുത്തികെ FHC പണി പൂർത്തീകരിച്ച് മന്ത്രിയുടെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അത് വന്നാൽ FHC പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങി. അതോടൊപ്പം തന്നെ അതിൽ ലാബ് കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതോടൊപ്പം തന്നെ പാലറ്റ് കെയർ ഏകദേശം 450 പേഷ്യന്റ് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതിൽ മിക്കവർ കിടപ്പ് രോഗികള്, ചില ആളുകൾക്ക് പ്രഷർ ഷുഗർ ഉള്ളവർക്ക്. അവർക്ക് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വണ്ടി ഉണ്ടാക്കി ആ വണ്ടിയിൽ ഏകദേശം ഒരു കൊല്ലത്തില് 16 ലക്ഷം മുതൽ 18 ലക്ഷം വരെ ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഒരു സിസ്റ്ററും സന്നദ്ധ പ്രവർത്തകർ വീടുകളിൽ പോയി സന്ദർശനം നടത്തി അവർക്ക് മരുന്നും മറ്റുതര ഉപകരണങ്ങളൊക്കെ നൽകി ഏറ്റവും നല്ല ശുശ്രൂഷ നടത്തുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലുള്ള വൃക്കരോഗികൾക്ക് അതിന്റെ കിറ്റുകളൊക്കെ കൊടുത്ത് ഏറ്റവും ഉപകാരമായ പ്രവർത്തന ഈ പാലറ്റ് മേഖലയിൽ ഞങ്ങൾ ഈ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. വയോജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വയോജനങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് അവർക്ക് കട്ടിലൊക്കെ നൽകി അവർക്ക് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ ഇയറിംഗ് ആഡ്, പിന്നെ വാക്കർ സ്റ്റിക്ക്, അതോടൊപ്പം തന്നെ മറ്റുതര ഉപകരണങ്ങൾ നമ്മുടെ ഈ ഭിന്നശേഷിക്കാർക്ക് നമ്മൾ നൽകലുണ്ട്. നിരവധിയായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവർക്കായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ 100% ഫണ്ട് ചെലവാക്കുന്ന പഞ്ചായത്താണ് പുത്തിക. അവർക്ക് മാറ്റിവെച്ച ഫണ്ട് കൊണ്ട് യഥാസമയം SC വിഭാഗക്കാർക്ക് വീട് റിപ്പയറി, ST വിഭാഗക്കാർക്ക് വീട് റിപ്പയറി, അവരെ കുട്ടികൾക്ക് ലാപ്ടോപ്പ്, അവരെ പഠിക്കുന്ന കുട്ടികൾക്ക് മേശയും കസാലയും, അതോടൊപ്പം തന്നെ വിവാഹധനത സഹായ സ്കോളർഷിപ്പ്, ഇങ്ങനെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാറ്റിവെച്ച ഫണ്ട് എല്ലാ കൊല്ലവും നല്ല രീതിയിൽ ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ് പുത്തിക ഗ്രാമപഞ്ചായത്ത് എന്ന് എടുത്തു പറയാൻ നമുക്ക് സാധിക്കും. ഒരു ഘട്ടത്തിൽ 100% ഫണ്ട് ചെലവാക്കിയ പഞ്ചായത്ത് എന്ന് നമുക്ക് സംസ്ഥാന തലത്തിൽ അവാർഡ് കിട്ടിയ പഞ്ചായത്ത് കൂടിയാണ് പുത്തിക ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം തന്നെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? സ്ത്രീ ശാക്തീകരണം അടക്കം തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്, അല്ലേ? സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഏകദേശം 2800 3000 അകത്ത് കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഏകദേശം 153 അയൽക്കൂട്ടങ്ങളുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതോടെ തന്നെ ബാക്ക്വാർഡ് കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുക്കുകയും അവരുടെ സ്വതൊഴിൽ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ സ്ത്രീകൾക്ക് നടത്തുന്നുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്കുള്ള ബിൽഡിങ്ങുകൾ പണിതുകൊണ്ട് അവർക്ക് ക്ലാസ് എടുക്കാനുള്ള സംവിധാനങ്ങൾ, ജെൻഡർ ഫെസിലിറ്റി സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകൾ, പുറത്തിറങ്ങാത്ത സ്ത്രീകൾ ഇന്ന് പുറത്തു വന്ന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ സന്നദ്ധരായ ഒരു പഞ്ചായത്ത് കൂടിയാണ് പുത്തിക ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീയിലൂടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ എടുത്തു പറയാനാണ്, അവരുടെ സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് പുത്തിക ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മേഖല ഒരുപക്ഷെ ഈ പഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധേയമായ കഴിഞ്ഞ 5 കൊല്ലത്തിൽ 16 കോടി, ഏകദേശം 17 കോടി രൂപ നമുക്ക് ഈ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് മഞ്ചേശ്വര ബ്ലോക്കിൽ തന്നെ തൊഴിലുറപ്പ് മേഖല ഏറ്റവും നന്നായി പണിയെടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിന്റെ ഭാഗമായി ആ തൊഴിലുറപ്പ് മേഖലയിൽ 46ഓളം റോഡുകൾ നമുക്ക് പണിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മേഖലയിൽ കാറ്ററിംഗ് ഷെഡ് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കമ്പോസ്റ്റ് ബിന്നുകള്, റെയിൻ ഹാർവെസ്റ്റിംഗ് നമുക്ക് പഞ്ചായത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തൊഴിലുറപ്പ് മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തത് എന്ന് എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ പഞ്ചായത്ത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഭാവിയിലേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നത്?
നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാവി കരുതൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ സർക്കാർ പ്രഖ്യാപിത നയമാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം, ഒരു ഗ്രൗണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ മുണ്ടിത്തടുക്ക തിമാർ എന്ന പ്രദേശത്ത് മിച്ചഭൂമി കൈവശം വെച്ച ഏകദേശം 10-28 ഏക്കർ സ്ഥലം കൈവശം വെച്ച ഒരു വ്യക്തിയിൽ നിന്ന് നമ്മുടെ സർക്കാരിന്റെ മെമ്മോറണ്ടം ഒക്കെ കൊടുത്ത് അതിന്റെ ആദേശപ്രകാരം ആ മിച്ചഭൂമിയിലുള്ള ഒരു ഏറ്റവും നല്ല ഗ്രൗണ്ട് പഞ്ചായത്ത് തന്നെ ബോർഡ് വെച്ച് നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന് മുകളിൽ നിയമ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ചാൽ പുത്തിക പഞ്ചായത്തിൽ ഏറ്റവും നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സ്റ്റേറ്റിൽ തന്നെ അങ്കടിമുഖർ GH സ്കൂളിലെ നിയാസ് എന്ന് പറയുന്ന കുട്ടിക്ക് ഗോൾഡ് മെഡൽ നേടിയ പഞ്ചായത്താണ്. അതുകൊണ്ട് ഗ്രൗണ്ട് യാഥാർത്ഥ്യമായാൽ പുത്തിക പഞ്ചായത്തിലെ യുവാക്കൾക്ക്, ക്ലബ്ബുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ യുവാക്കൾക്ക് കേരളോത്സവം നടത്തി മഞ്ചേശ്വര ബ്ലോക്കിൽ, ജില്ലയിലും സംസ്ഥാനത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്താണ് പുത്തിക ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് കളിസ്ഥല യാഥാർത്ഥ്യമാക്കാൻ തീർച്ചയായും നമുക്കൊരു ഇൻഡോർ സ്റ്റേഡിയം ആക്കാൻ നമുക്ക് സാധിക്കൂ എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. തീർച്ചയായും ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് തന്നെയാണ്, ഒരു കാർഷിക മേഖല, കാർഷിക ഗ്രാമം തന്നെയാണ് പുത്തിക ഗ്രാമപഞ്ചായത്ത്. ഈ കർഷകർക്കായിട്ടുള്ള സബ്സിഡികൾ അടക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? കർഷകർക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഓരോ കൊല്ലം ബഡ്ജറ്റിന്റെ 40% കർഷകർക്ക് മാറ്റിവെക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്ക് സബ്സിഡി, അതുപോലെ തന്നെ തുരിശും ചുണ്ണാമ്പു, അതുപോലെ തന്നെ വാഴ വഴക്കാനുള്ള സബ്സിഡി, നെൽകൃഷിക്ക് സബ്സിഡി, അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സബ്സിഡി, അതോടൊപ്പം ഒട്ടനവധി സബ്സിഡികൾ നൽകിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 4-5 കൊല്ലം കൊണ്ട് അന്നുണ്ടാക്കുന്ന നെല്ല്, അതുപോലെ തന്നെ പച്ചക്കറി, അതോടൊപ്പം തന്നെ വാഴ, എല്ലാത്തിലും നമുക്ക് പഞ്ചായത്ത് മെച്ചപ്പെട്ട് മറ്റ് മാർക്കറ്റിലേക്ക് വിൽക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളെ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. കാർഷിക പ്രധാനമായ പഞ്ചായത്തുകളുണ്ട്. അതല്ലാതെ സർക്കാരിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫണ്ടുകൾ കൃഷിഭവൻ മുഖാന്തര നൽകിയത് കൊണ്ടാണ് പുത്തിക ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും നല്ല സ്മാർട്ട് കൃഷിഭവന് ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ കർഷകർക്ക് ഏറ്റവും സുലഭത്തിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ സംവിധാനങ്ങൾ, മണ്ണ് പരിശോധന ഉൾപ്പെടെ നടത്താൻ നമുക്ക് സാധിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം ഈ പഞ്ചായത്തിനുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്താണ് കൂടുതൽ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അത് കുടുംബശ്രീയുടെ ഭാഗമായാലും അതോടൊപ്പം തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും എല്ലാം തന്നെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടപ്പിലാക്കി വരുന്നത്. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാനാവുക? മാലിന്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പിഴകളായിരുന്നു. മാർച്ച് 30-ാം തീയതി പുത്തിക ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തെ പ്രഖ്യാപിച്ചു. എന്നാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. ഹരിതകർമ്മ സേനയുണ്ട്, MCF ഉണ്ട്, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഈ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കി പരിവർത്തനം നടത്താൻ നമുക്ക് സാധിക്കൂ. അതിനുള്ള ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മറ്റു മേഖലയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുമായി എല്ലാ ജനങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഭാവിയിൽ 100% മാലിന്യമുക്ത പഞ്ചായത്താക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കൂ എന്നുള്ള ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ, വരും കാലയളവിലും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.